പരിശോധനയിൽ അദ്ദേഹത്തിന് IVDP എന്നൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കി. IVDP എന്നാൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അതായത് നമ്മുടെ നട്ടലിലെ ടിബറയുടെ ഉള്ളിലിരിക്കുന്ന ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് നെർവിലേക്ക് വന്ന് ടച്ച് ചെയ്ത് കാലിലേക്ക് അതിഭയങ്കരമായ ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണത്. സർജറി കൂടാതെ ഇതിനി വേറൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞിടത്തു നിന്നും ആയുർവേദ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇപ്പോൾ എത്രത്തോളം മാറി എന്ന് നിങ്ങൾ നേരിട്ട് കണ്ടു നോക്കൂ. നമസ്കാരം, എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്. 35 വർഷക്കാലമായിട്ട് 3 വീലർ 2 വീലർ മേഖലയിൽ ജോലി ചെയ്തു വരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പം നടുവിന് കലശലായ വേദന, ജോലി ചെയ്യുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള വേദന, അതേപോലെ ഇരുന്ന് ജോലി ചെയ്യാനും കുത്തിയിരിക്കാനും മുട്ടിനുമൊക്കെ വളരെ പ്രശ്നമുള്ള, നട്ടലിന് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയായിരുന്നു. ഒട്ടും ചലിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് പോയി. ഒരു ശകലം പോലും വയ്യാതായി. ഞാൻ പല ഹോസ്പിറ്റലുകളിൽ പോയി ഡോക്ടർമാരെ കണ്ടു. അവർ വേദനാ സംഹാരിയായിട്ടുള്ള മെഡിസിനും അതേപോലെയുള്ള ഇഞ്ചക്ഷനുകളൊക്കെ എടുത്തു. അപ്പോൾ വീണ്ടും പൂർണ്ണ വിശ്രമം എന്ന് പറയുന്നൊരു സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അഡ്മിറ്റ് ആവണം, വെയിറ്റ് ഇട്ട് കിടക്കണം എന്നുള്ള. അപ്പം നമ്മുടെ ജോലി മെക്കാനിക് ആയതുകൊണ്ട് ഇത് നിർത്തി വെച്ചിട്ട് മാറി നിൽക്കുക ഒരു സാധ്യമായ കാര്യമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അവസാനം ഒട്ടും വയ്യ. ഒരു നട്ട് ബോൾട്ട്, ഒരു സ്പാൻഡർ, ഒരു സ്ക്രൂ ഡ്രൈവർ ഇതേപോലെ എടുത്ത് പൊക്കാൻ പറ്റാത്ത സാഹചര്യം, തിരിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വളരെ കലുഷിതമായി നേരിട്ടു. അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ കിടന്നു. അവസാനം രാത്രി ആയപ്പോഴത്തേക്ക് വേദന അസഹനീയമായി, വയറൊക്കെ പെരുകി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഒട്ടും തിരിയാനും പിരിയാനും വയ്യ. ഏതാണ്ട് 2 മണിക്ക് വേദന തുടങ്ങി. വെളുപ്പാങ്കാലം വരെ കടിച്ചു പിടിച്ച് നിന്നു. അപ്പോൾ വെളുപ്പിനെ എന്ത് ചെയ്യും? എന്തായാലും പത്തനാപുരത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീല മാഡത്തെ ബന്ധപ്പെടുകയും അന്ന് രാവിലെ തന്നെ അഡ്മിറ്റ് ആകുകയും, ആ അഡ്മിറ്റ് ആയതോടുകൂടി ശരീരം മുഴുവൻ ഒഴിച്ചിലും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ, ആയുർവേദത്തിൻ്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കുകയും ഒരു 2 ദിവസത്തിനകം തന്നെ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ, കട്ടിലിൽ എഴുന്നേറ്റ് സ്വന്തമായിട്ട് കുത്തിയിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശരീരം മാറി. വലിയ താമസമൊന്നുമില്ലാതെ എനിക്ക് നല്ലപോലെ നടക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതേപോലെ പടികൾ കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 4-5 പടികൾ കയറി കഴിയുമ്പം നടുമിന് വല്ലാതെ വേദനിക്കും, വല്ലാത്ത പൊളപ്പ് അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു പ്രശ്നം കുറേശ്ശെ ആയിട്ട് എനിക്ക് മാറി. അതിപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ, നടക്കാം. അതേപോലെ തന്നെ എഞ്ചിനൊക്കെ ഇളക്കിയെടുക്കുമ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൂക്കി വേണം പൊക്കിയെടുത്ത് തറയിലേക്ക് വെക്കാൻ. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഈ 3.5 വർഷക്കാലമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നിരന്തരമായി ഇടതടവില്ലാതെ തന്നെ ജോലി ചെയ്യുന്നു. ഈ ജോലി ചെയ്യാൻ എന്നെ ഈ ശരീരത്തെ പ്രാപ്തരാക്കിയ അത്രയധികം ചികിത്സാ സംവിധാനത്തോടു കൂടി നല്ല രീതിയിൽ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ആയുർവേദ ഹോസ്പിറ്റലിനോടും പ്രത്യേകിച്ച് ഡോക്ടർ ശ്രീല മാഡത്തിനോടും ആ ഹോസ്പിറ്റലിലെ എല്ലാ അംഗങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും.